ബാബു ചേട്ടാ, ഓ കുറച്ച് ദിവസത്തേന് ഇനി വെട്ടണ്ട കേട്ടോ. ഇന്നലത്തെ 4 നാളത്തെ ഒക്കെ ഷീറ്റ് കിടക്കുക. എന്നാ ശരി, ഞാൻ മാറിയേക്കുവാ. ആ അല്ലെങ്കിലും വെട്ട് നിർത്താറായിണ്ട്. പകുതി പട്ടയും മരപ്പാ. ആ ആ നിർത്ത് ഇവിടെ തന്നെ. കർത്താവേ, അപ്പച്ചൻ. എന്നാ വെച്ചേ, നീ എവിടെയെങ്കിലും പോവാൻ നിൽക്കണോ? ഹേയ് ഇല്ലപ്പച്ച. അല്ല, തുണിയൊക്കെ മാറിയിക്കണോണ്ട് ചോദിച്ചതാ. അതെ, പേടിക്കാനൊന്നുമില്ല. ഞാൻ മാതാവേ, അവരെന്താ പറഞ്ഞ? ഈ ഫോറസ്റ്റുകാരുടെ കേസൊക്കെ എന്താവുമെന്ന് ദൈവത്തിനറിയാം. ആ നാരിയുടെ കൂടെ കൂടി നടന്ന് കൊടുക്കാൻ കിട്ടിയില്ലോ പണി. ഒരു നായാട്ടുകാരൻ. അതെങ്ങനാ? അപ്പനേക്കാളും വലിയ ആളല്ലേ അവൻ. ഒരു വേട്ടക്കാരൻ. അവൻ ഒളിച്ചിരിക്കുന്ന സ്ഥലമൊക്കെ ഫോറസ്റ്റുകാർക്ക് ഏതാണ്ടൊക്കെ അറിയാം. അങ്ങനെ മാറിയേക്ക്. കാശ് വല്ലതും ഉണ്ടോ കയ്യില്? ആ, എന്നാ ഇത് വെച്ചോ. അല്ലേലും ജയിലിൽ കിടക്കണോ എന്ത് ശമ്പളം കിട്ടാൻ? ഉണ്ട കിട്ടും. കോടതി പോക്കില്ലെങ്കിലും മൂത്ത വരുമ്പോ വക്കീലായത് നന്നായി. മാതാവേ കാത്തോളണേ. സ്ലിപ്പായതാ. തന്തപ്പടി പോയോ? എന്നാന്നാ? അല്ല, അപ്പച്ചൻ പോയോ? വക്കീല് മരുമോനെ കണ്ടിട്ട് വരും. ഇനി വരൂ. ബെന്നിച്ചനെങ്ങാനും അവർ ഉപദ്രവിക്കുവോ? ഏയ്, എന്നാത്തിന്? അതാണ് ഈ ഫോറസ്റ്റ് കേസിന്റെ പ്രത്യേകത. ഭയങ്കര രസമാണ്. എനിക്കത്ര കേസുള്ളതാ. അല്ല, ഈ വീട്ടിൽ സാരിയാണ് കൊടുക്കാറുള്ളത്. ഇന്നലെ പക്ഷേ ഒന്നും ചെയ്യില്ലായിരിക്കും അല്ലേ? ഞാനല്ലേ പറയണത്, ഒന്ന് സ്പർശിക്ക പോലും. പിന്നെ ഇതൊക്കെ ഒരു ദൈവനിയോഗമെന്ന് എനിക്ക് തോന്നുന്നു. ഏത്? അല്ല, ഞാൻ കാട്ടിക്കറി ഒരു പോത്തിനെ വീഴ്ത്താനും ആ കേസിൽ 2ാം പ്രതിയായി എന്റെ പഴയ കാമുകിയുടെ ഭർത്താവ് വരാനും ആ ഭർത്താവ് എന്റെ കൂട്ടുകാരനായി പറഞ്ഞു അല്ലേ? ആ, കൂട്ടുകാരനായോണ്ടാ 2ാം പ്രതി ആയത്. ബെന്നിച്ച നല്ലവനാ, ഒരിക്കലും ഒറ്റ കൊടുക്കില്ല. ഈ വീരകൃത്യം ഞാൻ ചെയ്തതാണെങ്കിലും ക്രെഡിറ്റ് അവനിരിക്കട്ടെ. പാപ്പച്ചൻ ചേട്ടനോ ഒരു മാറ്റവും ഇല്ല. പണ്ടും ഈ വക ഉടായ്പകൾ തന്നെയായിരുന്നല്ലോ. സ്നേഹിക്കുന്നവർക്കേ എപ്പോഴും ലാസ്റ്റ് കിട്ടുന്ന പേരാ അത്, ഉടായിപ്പേ. ഗൾഫുകാരനെയും കെട്ടി ആവാലോ. ഗൾഫുകാരനെ കണ്ണ് മഞ്ഞളിച്ചിട്ടൊന്നും അല്ല. ആരാ പാപ്പച്ചൻ ചേട്ടാ ആദ്യം കെട്ടിയത്? ഞാനാ? അത് ഞാനാ. കാര്യം പറഞ്ഞു വരുമ്പോ ഇതും കാക്കിയ, പക്ഷെ പോലീസല്ല. അപ്പൊ എങ്ങനെയാ മാത്തച്ഛൻ ചേട്ടാ ബാക്കി കാര്യങ്ങളൊക്കെ? മുതലും പണ്ടവും വാങ്ങിയുള്ള പെണ്ണുകെട്ടലും നല്ല ഏർപ്പാടല്ല. ഇട്ട പടിയാണെങ്കിലും ഞങ്ങൾക്ക് സമ്മതം അല്ലേ കറിയേ? പിന്നല്ലാതെ. മാത്തച്ചായന്റെ കൊച്ചന് എന്നായാലും ആ ഒരു നാണക്കേട് വേണ്ട. ഇതിപ്പോ പിള്ളേർക്ക് എന്തെങ്കിലും പറയാനോ ചോദിക്കാനൊക്കെ കാണത്തില്ലേ? പിന്നല്ലാതെ, പുതിയ കാലമല്ലേ, ഉണ്ടാവില്ലേ? എന്നാ കാര്യത്തിന് അതിന്റെ ആവശ്യമൊന്നുമില്ല. അത് നമ്മൾ കാരണവന്മാര് തീരുമാനിക്കും. പള്ളി കയറ്റി കെട്ട് കഴിഞ്ഞിട്ട് അവർ ചോദിക്കുകയോ പറയോ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ അല്ലേ കറിയേ? പിന്നല്ലാതെ. ആ, അതാണ് തറവാടിത്തം. നോമ്പ് കഴിഞ്ഞ് ആദ്യ ഞായറാഴ്ച കെട്ട്. ഓ, ആയിക്കോട്ടെ. എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത് അല്ലയോ? ആ, കാര്യങ്ങളൊക്കെ പറഞ്ഞപടി നടക്കട്ടെ. അപ്പൊ എന്നാ പിന്നെ ഇറങ്ങാം. ഓ, ആവട്ടെ. അപ്പൊ ശരി. നീ ഇനി എന്നാ കാണാനിരിക്കുക? വാടാ, എരി മുന്നല് കണ്ട പോലെ ഇരിക്കുക. ഇതെന്നാടാ തിരിച്ചു വരാതെ? അപ്പൊ ആ സൂത്രം പറഞ്ഞില്ലേ? ഇനി വല്ല മരത്തിലാണ് കുടുങ്ങിയത്? എനിക്ക് മരത്തിക്കാരൊന്നും അറിയില്ലട്ടോ. നിനക്ക് ഇതിനെപ്പറ്റി വലിയ പിടിയൊന്നും ഇല്ലല്ലേ? സോറി, ഒട്ടും അറിയില്ലല്ലേ? നേരെയാണ്, വൈറലാവാൻ വേണ്ടിയുള്ള ഒരേ പണി. ആ ചെമ്പത്ത് പെയിന്റ് കമ്പനിയുടെ പരസ്യം പോലെ ഉണ്ട്. ഒരു മിനിറ്റ്. അതെ, ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഒരു 19 കോഴി വറക്കാനുള്ള. ഹലോ പറയച്ചാ,
അതെ മട്ടനാ. നീ നോക്കിയോ മോനെ, ഈ വർക്ക് കൂടി നമ്മൾ രക്ഷപ്പെടും. എടോ മട്ടൻ ബിരിയാണി പിന്നെ മട്ടൻ അല്ല ചിക്കൻ ഇടാൻ പറ്റും. ഇല്ല ചേട്ടൻ പിടിച്ചോളൂ, ചേട്ടൻ കേറിയല്ലേ. ചേട്ടൻ കയറിക്കോ, ഞാൻ സേഫാണ്. ആ ഞാനിവിടെ ഇപ്പോഴത്തെ പിള്ളേരുടെ തൂക്കേടുണ്ടല്ലോ. ഒന്ന് എന്നാ അത്? സേവ് ദ ഡേറ്റ് അത് എടുത്തോണ്ടിരിക്കുക. നമ്മളെന്താ പറഞ്ഞു നിർത്തിയേ? മട്ടൻ. ഒന്ന് തള്ളൂ. തള്ളലടാ, മട്ടൻ ബിരിയാണി തന്നെയാ. വന്ന് എണ്ണുമ്പോ അറിയാം. അയ്യോ അതല്ല, ഈ ചെമ്പൊന്ന് തള്ളി തരുമോന്ന്. ആ പിന്നെ 6500 രൂപയുടെ ബ്രിക്കിംഗ് ഷോ കൊണ്ട് ഞാൻ ചെമ്പ് വെള്ളം പോകല്ലേ. നിങ്ങൾ തന്നെ തള്ളിയാ മതി. ഷൂട്ട് ചെയ്യുന്നു. നീങ്ങ വന്നേ. എടാ ഞാൻ ആ ഡ്രോൺ എടുത്തിട്ട് വരാവേ. ആ പാപ്പച്ചന്റെ വീട്ടിൽ ആദ്യ കുർബാനയുടെ വീഡിയോ നീയല്ലേ കവർ ചെയ്ത്? അതെ സാർ, ഷൂട്ട് ആൻഡ് ഷോട്ട് DOP കൽപ്പിലമുച്ചൻ അലി അക്ബർ. മോർണിംഗ് വന്നേ. എന്താണ് സാർ? എന്റെ പൊന്ന് ഫോറസ്റ്റുകാര്, നിങ്ങളുടെ ഫോട്ടോ എടുക്കാൻ എത്ര പേരെ കിട്ടും? ഇന്നെ കൊച്ചിന് സേവറായിട്ടാ അവരുടെ ഫോട്ടോ എടുക്കട്ടെ. അങ്ങ് മാറിക്കിടും. എന്താ ചേട്ടൊന്നും മിണ്ടാത്ത? എങ്ങടാ പോണേ? ഇവനെ കിട്ടാൻ 2 ദിവസം എടുക്കും. ഞങ്ങൾ വേണമെങ്കിൽ വേറെ എവിടേക്കാ പോകുന്നെ? ശ്ശോ, അയ്യോ, പതുക്കെ ഇരിക്ക്. പതുക്കെ കൊല്ലൂല തന്നെ. ശ്ശോ, പപ്പാ. അയ്യോ, ഇതാരാ? പപ്പിക്കുട്ടി. അയ്യോ ആവശ്യമില്ല